ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഒരു ചെടിപ്രാന്തിയായ അമ്മായിമ്മേനെയും കൊണ്ട് ഞാൻ പോകുന്ന വീഡിയോ ഉണ്ടോ. ഇതിനു മുമ്പ് ഞാൻ ചാനലിൽ ഇതേപോലെ ചെടി മേടിക്കാൻ പോയൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു ചെടി മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു 100 ചെടി മേടിച്ചുകൊണ്ട് വരുന്ന സ്വഭാവക്കാരിയാണ് എൻ്റെ അമ്മായിമ്മ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മ എന്ന് പറയുന്ന ആൾ. അങ്ങനെ എല്ലാവരുടെ അമ്മമാരും ഉമ്മമാരും ഒക്കെ അതേപോലെ ആണെന്ന് നമുക്കറിയാം. ഞാൻ പക്ഷേ ഈ നഴ്സറി ചെന്നിട്ടുണ്ടല്ലോ, ഒരു കാട്ടിലകപ്പെട്ട അവസ്ഥയായിരുന്നു. കാരണം അതേപോലെ വെറൈറ്റി സാധനങ്ങൾ, ഒരു സാധനത്തിൻ്റെ തന്നെ പല പല വെറൈറ്റിയിലുള്ള സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ കുത്താട്ടുള്ളത് തന്നെ ഇപ്പം നേരത്തെ അവർ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അവർ അതൊക്കെ പുതുക്കി വീണ്ടും നല്ല സെറ്റപ്പ് ആക്കിയൊക്കെ വന്നേക്കാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഒത്തിരി വെറൈറ്റീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കയറി ചെന്ന വഴിക്ക് ഈ പഴങ്ങളായി കിടക്കുന്ന കുറേ ചെടികൾ, പിന്നെ അതേപോലെ ഫ്രൂട്ട്സ് ഉണ്ടായി കിടക്കുന്ന കുറേ മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് അബ്യു ആണ് കേട്ടോ. അത്രയും ചെറിയൊരു അബ്യൂവിൽ 2-3 അബ്യു ഇങ്ങനെ പഴുത്ത് കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ വില 3000 രൂപയായിരുന്നു കേട്ടോ. പക്ഷെ അതേപോലെ തന്നെ ഇങ്ങനെ താഴെ ഇങ്ങനെ കിളിച്ച് കിടക്കുന്ന പ്ലാവുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ വില 900 രൂപയായിരുന്നു. അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ആയി കിടക്കുന്ന കുറേ ചെടികളൊക്കെ കാണാൻ പറ്റി കേട്ടോ. കുറേ ഫ്രൂട്ട്സ് ആയി കിടക്കുന്നതൊക്കെ ആൾക്കാർ, ഈ ഫ്രൂട്ട്സ് ആയി കിടക്കുമ്പോഴത്തേക്കിനും ആൾക്കാർ പെട്ടെന്ന് അട്രാക്റ്റഡ് ആയിട്ട് അത് മേടിച്ചോടും. ഇപ്പം ഞാൻ തന്നെ ഇപ്പം അങ്ങനെ കിടക്കുന്ന പഴങ്ങളും അങ്ങനെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു നോക്കിയത്. അപ്പം നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസമാണ്, അപ്പം കിളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നുള്ളൊരു വിശ്വാസം വരും. അപ്പം അവിടെ ഈ ഓറഞ്ചിൻ്റെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ലെമൺ ഉണ്ടല്ലോ, ലെമണിൻ്റെ തന്നെ റെഡ് ലെമൺ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 350, 450, 250 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വന്നത്. ഇതാണ് കേട്ടോ ലെമണ്. ഇതൊരെണ്ണം മേടിക്കാം. വാഴയല്ലത്, അത് ഈ നമ്മൾ ഈ ഫ്രണ്ടിൽ വെക്കുന്ന ചെടിയെ. ഇതോ അതിന് 100 രൂപയോ? ആ, എന്നാ ഇതായാലും അത് റെഡ് ആണ്. ആ, ഇത് പച്ച, ഫുൾ പച്ചയായിട്ട്. അതെടുത്തോ, അതേ ഫസ്റ്റ് ഇരിക്കുന്നതന്നെ അതന്നെ. മതിയോ? കടലാസ് പൂവാണ് അമ്മ, കടലാസ് ചെടി വയ്ക്കുന്നത്. അതന്നെ കടലാസ് ചെടി നിൽക്കുന്നത്. ചേട്ടാ അതെ, ഈ കടലാസ്, ഈ കളറ് ഒരെണ്ണം മതിയോ? അതും അത് നമ്മള് മേടിച്ചതല്ലേ. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഉള്ള ചെടികളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് എന്നുള്ള പൂക്കളായി നിൽക്കുന്ന വസ്തുക്കളൊക്കെ വേണമായിരുന്നു. അപ്പോൾ നേരത്തെ ഞാൻ മേടിച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ, ആ ഒരു വയലറ്റ് കളറിലെ ചെടി. അപ്പോൾ അതല്ലാതെ ഒരു വെള്ള കളറിൽ അതിൻ്റെ തന്നെ വെള്ള പൂവ് കിളിക്കുന്ന വെറൈറ്റി ഒരെണ്ണം ഉണ്ടായിരുന്നു. അതാണ് ആ ഒരു സൈഡിൽ കണ്ടത്. പിന്നെ ഈ സൈഡിൽ കുറച്ച് കടലാസ് ചെടി ഉണ്ട്. ഇതൊക്കെ ഒരു നമുക്ക് റേറ്റ് കുറഞ്ഞ, അതായത് 120, 150 റേഞ്ചിൽ വന്നിട്ടുള്ള കടലാസ് ചെടിയാണ് കേട്ടോ. അതിനകത്ത് തന്നെ നമ്മുടെ വയലറ്റ് കളറിൽ ഉണ്ടായിരുന്നു. വയലറ്റ് എന്ന് വെച്ചാൽ ആ ഒരു, എനിക്ക് അതിൻ്റെ മജന്തയോ എന്താ അതിൻ്റെ ഒരു പേര് എനിക്കറിയാൻ പാടില്ല കേട്ടോ. പിന്നെ ഒരു ഡാർക്ക് റോസ് കളറിലുണ്ടായിരുന്നു, പിന്നെ വൈറ്റ് കളറിലുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വൈറ്റ് ഒരെണ്ണം, ഞാൻ നേരത്തെ ഒരു മജന്ത പോലത്തേക്ക് ഒരു ഡാർക്ക് റോസ് കളറിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വൈറ്റും കൂടെ എടുത്തു. പിന്നെ മറ്റേ ഞാൻ നേരത്തെ പർപ്പിള് പൂ കാണിച്ചത് കണ്ടില്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിച്ചതായിരുന്നു, അതിൻ്റെ ഒരു വൈറ്റ് പൂവും കൂടെ മേടിച്ചായിരുന്നു. ഇത് കണ്ടോ, ഈ ഡബിൾ ഷെയ്ഡ് തന്നെ കടലാസ് ചെടിയുടെ വില 350, ഇതിൻ്റെ വില 250 രൂപയാണ് കേട്ടോ. ബാക്കി ഇപ്പുറത്തെ സൈഡിൽ ഈ വേരിയേഷൻ വരുന്നതൊക്കെ ഉണ്ട്, കളർ വേരിയൻ്റ് ആയിട്ടുള്ളതിനൊക്കെ 350 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു 2 കടലാസ് പൂവും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കടലാസ് പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടക്കും. അത് കാരണം ബൊഗൻവില്ല ഉണ്ടല്ലോ, അപ്പോൾ അത് 2 എണ്ണം അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മിൽക്ക് ഫ്രൂട്ട് ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ നല്ല ആയി കിടക്കുന്നതും ഒക്കെ ഇങ്ങനെ നല്ല രസത്തിൽ കിടപ്പുണ്ടായിരുന്നു. ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ഉണ്ട്. നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും ഇൻഡോർ വെക്കുന്ന പലതരത്തിലുള്ള ചെടികളും, പിന്നെ അതേപോലെ തന്നെ പച്ചക്കറികളുടെ ഒക്കെ ഉണ്ടല്ലോ. അവിടെ ഞാൻ കൂടുതലും കണ്ടത് വെണ്ടയ്ക്കയുടെ കേട്ടോ. വെണ്ടയ്ക്കയുടെ നല്ല ക്വാളിറ്റിയിലുള്ളതും ഒക്കെ, പിന്നെ അതേപോലെ മുളക്, കാന്താരി മുളക്, പിന്നെ അതേപോലെ നമ്മുടെ കറിവേപ്പില, അതെല്ലാം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് തോന്നിക്കുന്ന രീതിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല തേക്കിൻ്റെ
തേക്കിൻ്റെ തൈ വരെ അവിടുന്ന് അവൈലബിൾ ആയിരുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും അവിടുന്ന് മേടിക്കാം എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. ഇങ്ങോട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുമ്പോൾ ഉള്ളിലേക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ സ്ട്രോബെറി ഗുവാവ ഉണ്ടല്ലോ അത്, പിന്നെ മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട്, പിന്നെ ഈ ഒരു ഏരിയ മൊത്തം മാവിൻ്റെ ആണ് കേട്ടോ. മാവിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള മാവുകളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടിട്ട് ഞാൻ നല്ല അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ഈ ബുഷ് ഓറഞ്ച് എത്രയാട്ടാ? 350 രൂപ. ഇല്ല, ഇതെന്തുവാ? ഇസ്രായേൽ ഓറഞ്ച്. നാരങ്ങ പിടിച്ചിരിക്കും. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അയ്യോ ഇത് ചെയ്യുന്നു. ഒരു സൈഡ് കളഞ്ഞേക്ക്, ഒരു സൈഡ് ഇത് തൊലിയൊന്നും നിങ്ങളേണ്ട. നിന്നാ മതിയെന്ന്. അത് പറിച്ചു വല്ല കൂട്ടാൻ ഓറഞ്ചിന് പുളിയൊന്നും ഉണ്ടാവൂല, ചെറിയ മധുരം ഉണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ അത് കഴിച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര പുളിയായിരുന്നു. ചേട്ടൻ പറഞ്ഞു കഴിച്ചു നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല, പഴുത്തതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഒന്നും കഴിച്ചു നോക്കിയിട്ട് എൻ്റെ മക്കളെ വായിലേക്ക് വെക്കാൻ പറ്റില്ല, അമ്മാതിരി പുളിയായിരുന്നു അതിനകത്ത്. അപ്പോൾ പറഞ്ഞു ജ്യൂസ് അടിക്കാനൊക്കെ എടുക്കാമെന്ന് എത്തി. പക്ഷെ എന്തായാലും ഞാനൊരു ബുഷ് ഓറഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് പണ്ട് മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ആ ഒരു ബുഷ് ഓറഞ്ച്. പണ്ടേ നോട്ട് ഇട്ട്, ഇവിടുന്നല്ല വേറൊരു സ്ഥലത്തു നിന്ന് നോട്ട് ഇട്ട് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാനത് മേടിച്ചു. പിന്നെ ഇത്തവണ വന്നപ്പം റോസിലോട്ടൊന്നും അധികം പോയില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങനെയുള്ള ഇലച്ചെടികൾ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കായിരുന്നു, കലാത്തിയ പോലെയുള്ള അങ്ങനെയുള്ള ചെടികളിലേക്കായിരുന്നു കണ്ണുപോയത്. പക്ഷെ ഒരു റോസും കൂടെ എടുക്കുക, ലാസ്റ്റ് വന്നപ്പോൾ ഒരു 100-ൻ്റെ ഒരു ഡിഫറൻസ് വന്നു. അപ്പോൾ ആ 100-ന് 120-ൻ്റെ ഒരു റോസ് എന്തായാലും എടുക്കാമെന്ന് കരുതി. അതേത് കളറാണെന്ന് അറിയില്ല, കാരണം പൂത്ത് നിൽപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ അത് മേടിച്ചു. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഗേറ്റിൻ്റെ സ്ഥലത്തായിട്ട് കുറച്ച് സ്പേസ് ഒഴിഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ അവിടേക്ക് വെക്കാനായിട്ട് മെയിനായിട്ട് ആ ഒരു ഒറ്റ ചെടി മേടിക്കാനാണ് പോയത്. പക്ഷേ ഈ ഓട്ടോ നിറച്ച് ചെടിയൊക്കെ കളഞ്ഞുമ്മ. അപ്പം ആ ഒരു ചെടി, ആ പൈൻ്റെ പോലത്തെ ഉണ്ടല്ലോ, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അവർ കുറേ പേര് പറയണ്ടായിരുന്നു, പക്ഷെ ആ പേരൊന്നും നമുക്ക് വഴങ്ങൂല. അപ്പം ആ ഒരു ചെടി അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് 750 ആ ഒരു റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരൊറ്റ ചെടി മേടിക്കാൻ പോയി, ആ ഒരു ഓട്ടോ നിറച്ച് ചെടിയൊക്കെ മേടിച്ച് എൻ്റെ ഉമ്മാക്കും സംതൃപ്തിയായി. ഇനി കയറണ്ടെന്നും പറഞ്ഞ് ഓടിച്ചിറക്കിയാണ് ഞാൻ കൊണ്ടുവന്നത്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഫുൾ ആൾ വാങ്ങിക്കും. അങ്ങനെ നമുക്കിപ്പോൾ തൽക്കാലം ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.